അപ്പോൾ നമുക്ക് പാവക്ക കയ്പില്ലാതെ എങ്ങനെ വെക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് പാവക്ക ഉപ്പേരി വെക്കാം. കയ്പില്ലാത്ത പാവക്ക ഉപ്പേരി വെക്കാം. എല്ലാവരും പറയണുണ്ട് പാവക്ക വെച്ചിട്ട് ഭയങ്കര കയ്പ്പാണ്, ഉപ്പേരി വെക്കാൻ പറ്റണില്ല എന്നൊക്കെ. അപ്പോൾ ഞാനൊരു പാവക്ക എടുത്തിട്ടുണ്ട്. ഒരു പാവക്ക നമുക്ക് കയ്പില്ലാതെ ഉപ്പേരി വെക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് പാവക്ക കയ്പില്ലാതെ എങ്ങനെ വെക്കാം. എല്ലാവരും പറയുന്നുണ്ട് കയ്പ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം, ഞാൻ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നല്ലോണം ചൂടാവട്ടെ. ഇതിലേക്ക് ഒരു പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടാകട്ടെ. നല്ലോണം ചൂടാകട്ടെ കേട്ടോ. നമുക്ക് മൂടി വെക്കാം. അവക്കൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ 2 സെക്കൻഡ് ആയിട്ടാ. വെള്ളം തിളച്ചാന്നോ? വെള്ളം തിളച്ച. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു കാര്യം ചെയ്യാം. ഈ പാവക്ക ഉണ്ടോ, പാവക്ക നമുക്ക് ഇതിലോട്ടേക്ക് ഇടാം. പാവക്ക 2 സെക്കൻഡിൽ കിടന്നാലും ഉണ്ടല്ലോ, ഇതിൻ്റെ കയ്പ്പ് കംപ്ലീറ്റ് പോകും. ഇതിലൊന്ന് കിടക്കട്ടെ, 2 സെക്കൻഡ് കിടക്കട്ടെ. 2 മിനിറ്റായി. പാവക്ക തിളക്കണം. അപ്പോൾ ഈ തിളൻ്റെ ഒപ്പം തന്നെ ഇത് കുറച്ച് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം തീ ഓഫ് ചെയ്യാം. അത് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് പാവക്ക വെക്കാം. വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. പാവക്ക ഊറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപ്പിലൊക്കെ നേരെ ഒരു കഴിപ്പ്. അത് ഒരു മണിക്കൂർ വെന്ത് കഴിഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ മാറിക്കോളും. അത് കുറയും ചെറുതായിട്ട്. കംപ്ലീറ്റ് പോയി. അതേപോലെ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ് അടിക്കണ്ട. നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് വേണ്ട. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇത്തിരി കടുക് പൊട്ടിക്കണം. കടുക് 2 മണി മതി. നമുക്ക് പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുപ്പില കുറച്ച് വേർത്തത കീറി വെച്ചിട്ടുണ്ട്. പൊടിയിടാം. ഇത് അധികം മഴയുണ്ട. നമുക്ക് വെച്ചിട്ട് അധികം മഴയുണ്ടാട്ടാ. നമുക്ക് പാവക്കിടാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഉപ്പ് ഇതുണ്ടാവും. കുറച്ച് തവച്ച മുളക് ഇടുന്നുണ്ട്. കുറച്ച് അത്രയും 1.5 എണ്ണ ഇട്ടിട്ടുണ്ട്. വെള്ളം വേണമെന്നില്ല. വെള്ളം ഒഴിക്കേണ്ട. വെന്തതാണ്. വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിച്ചാൽ കഴിച്ച് കൂടും.
ഇതിട്ട് നോക്കണം. പൊടിക്കും. ഇച്ചിരി മുന്തി നിന്നാലും കുഴപ്പമില്ല കേട്ടോ, കയ്പ്പിന് കുറവ് കിട്ടും. എരിക്കുന്തോറും കയ്പ്പ് കുറയും. അത് മുകളിൽ കൂടി ഒത്തിരി കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്, കയ്പ്പുള്ളതുകൊണ്ടാണ്. ഒരു അര സെക്കൻഡ് നമുക്കൊന്ന് പതുക്കൊന്നുമില്ല, അര സെക്കൻഡ് ഈ ചെറിയ വെളുത്ത് വെച്ചിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പിടിക്കാനാണ്. നമുക്ക് മൂടാം. അര സെക്കൻഡ് മതി, അതിന് നോക്കുക. ആയി. അപ്പോൾ ആ മസാല ഇതൊക്കെ ഒന്ന് പിടിച്ച് നമുക്കൊരു വെള്ളം ഉണ്ടാകുന്ന നോക്കാം. നമ്മൾ ഉദ്ദേശിച്ചല്ലേ എണ്ണ. അത് എണ്ണയൊക്കെ കണ്ട, എണ്ണയൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടില്ലേ. ഒരു കളറൊന്നും പോയിട്ടില്ല, നല്ല സെക്കൻഡിലായി. ഓക്കെ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. വെള്ളമൊക്കെ പോയിട്ടേ, വെള്ളമൊക്കെ വലിഞ്ഞ് അതെല്ലാം എണ്ണയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആകുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഇരിക്കുമല്ലോ വെറുതെ. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ കയ്പ്പ് നല്ലോണം ഇറങ്ങും, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് മാത്രം കുട്ടിയൊക്കെ ചോറ് കഴിക്കുക. നല്ലോണം വെന്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കണം. എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ വെച്ചാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ഇടണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ഇടണം. ഓക്കെ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാവക്കുപ്പേരി തയ്യാർ.